ഇനി നമ്മുടെ ആയത്തുകളുടെ വിഷയം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ലോകത്ത് അവൻ സൃഷ്ടി വൈഭവത്തിൽ എന്തെന്ത് മികവാണവൻ കാണിച്ചിട്ടുള്ളത് എന്നും അതിനോട് കിടപിടിക്കുവാൻ ആർക്കാണ് സാധിക്കുക എന്നും വെല്ലുവിളിയുടെ സ്വരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള അവൻ്റെ വഹ്ദാനിയത്തിനെ, ഏകത്വത്തെ സ്ഥാപിക്കുന്ന, ശിർക്കിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന വചനങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും എല്ലാവരോടുമുള്ള ഒരു കൽപ്പനയായിക്കൊണ്ട് ഖുലിൽ ഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ശേഷം ചില കാര്യങ്ങൾ പറയുകയാണ്. ഖുലിൽ ഹംദുലില്ലാഹ്, താങ്കൾ പറയുക, ഖുൽ പറയുക, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു എന്ന് പറയുക. വസലാമുൻ, ശാന്തി ഉണ്ടാവട്ടെ, ശാന്തിയും സമാധാനവും, അലാ ഇബാദിഹി, അവൻ്റെ അടിമകളുടെ മേൽ, അബ്ദിന്റെ ജംആണ് ഇബാദ്, അവൻ്റെ അടിമകളുടെ മേൽ സമാധാനം വർഷിക്കട്ടെ. എങ്ങനെയുള്ള അടിമകൾ? അല്ലദീന ഇസ്തഫാ, അവൻ തെരഞ്ഞെടുത്തിട്ടുള്ളവരായ അടിമകൾ. അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ള അവൻ്റെ ദാസന്മാരുടെ മേൽ സമാധാനമുണ്ടാകട്ടെ. അത് പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു ചോദിക്കുന്നു, അല്ലാഹു, അങ്ങനെയുള്ള അല്ലാഹുവാണോ ഖൈറുൻ, അല്ലാഹുവാണോ ഉത്കൃഷ്ടൻ, അമ്മാ യുശ്രികൂൻ, അതോ അവർ പങ്കു ചേർക്കുന്നവരാണോ, അവർ പങ്കു ചേർക്കുന്ന അവരുടെ ഈ വ്യാജ ദൈവങ്ങളാണോ ഉത്കൃഷ്ടമായത്, അതോ അല്ലാഹുവാണോ? ഇതാണ് ഒന്നാമത്തെ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. ഖുൽ എന്ന് പറയുമ്പോൾ നേർക്ക് നേരെ അത് ഒന്നാമതായി ആ ഖിതാബ്, അതല്ലെങ്കിൽ ആ അഭിസംബോധന അല്ലാഹുവിൻ്റെ റസൂലിനോട് തന്നെയാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയൂ പ്രവാചകരെ. എന്തിനാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളുടെ മേൽ ചൊരിഞ്ഞു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അതിനൊക്കെ എല്ലാ സ്തുതികൾക്കും അർഹനായവൻ ആരാണ്? അല്ലാഹു മാത്രമാണ്. അപ്പൊ എല്ലാ പരിപൂർണമായ സ്തുതിക്കും പരിപൂർണമായ പ്രകീർത്തനത്തിനും പരിപൂർണമായ പ്രശംസക്കുമെല്ലാം അർഹനായിട്ടുള്ളവൻ അല്ലാഹുവാണ്. അവനാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്നത്. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അവൻ ചൊരിഞ്ഞു തന്നതിന് വേണ്ടി അൽഹംദുലില്ലാ എന്ന് പറയൂ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഐ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വിശദീകരണം നൽകുന്നു. എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്? അലാ നിഅമിഹി അലാ ഇബാദിഹി, അവനാണ് അവൻ്റെ ദാസന്മാരുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞത്. മിനൻ നിഅമില്ലത്തി ലാ തുഅദ്ദു വലാ തുഹ്സാ, എണ്ണമറ്റ നിഅമത്തുകളാണ് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ളത്. അതിന് അവനെയാണ് സ്തുതിക്കേണ്ടത്, അവനെ മാത്രമാണ് സ്തുതിക്കേണ്ടത്. ഒന്ന്, അതുകൊണ്ടും മാത്രമായില്ല, വഅലാ മത്തസഫ ബിഹി മിനസ് സിഫാത്തിൽ ഉലാ വൽ അസ്മാഇൽ ഹുസ്ന, അത്യുത്കൃഷ്ടമായ നാമങ്ങളും അത്യുന്നതമായ ഗുണവിശേഷണങ്ങളുമെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന ഏകനായ അല്ലാഹു, അവനാണ് സർവസ്തുതികളും. അതോടൊപ്പം തന്നെ വസലാമുൻ, സമാധാനം ചൊരിയാനും അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ള അവൻ്റെ അടിമകളുടെ മേൽ. അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ള അടിമകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമതായി പെടുന്നത് അമ്പിയാക്കളാണ്. അമ്പിയാക്കളാണ് അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ളവർ എന്നതിൽ പ്രഥമമായി ഉൾപ്പെടുന്നത്.
മലക്കുകളും ഉണ്ടാകും. അല്ലാഹു തആല മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ ദൂതന്മാരായി തെരഞ്ഞെടുക്കാറ് പതിവുണ്ട്. അല്ലാഹു യസ്തഫീ മിനൽ മലായികതി വമിനൻ നാസി റുസുലാ. അല്ലാഹു മലായികത്തുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമൊക്കെ ദൂതന്മാരെ അവൻ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ മലക്കുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഉത്കൃഷ്ടരുണ്ട്, മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട്. ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ രക്ഷയും കാരുണ്യവും ഉണ്ടാവട്ടെ എന്നാണ് ആ പറഞ്ഞത്. മാത്രമല്ല അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്, വസലാമുൻ അലൽ മുർസലീൻ, വസലാമുൻ അലൽ മുർസലീൻ. സകല ദൂതന്മാരുടെയും മേൽ അള്ളാഹുവിന്റെ ശാന്തി. പിന്നെ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്ത് കാണാം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അലാ എന്നിങ്ങനെ പറഞ്ഞു ഓരോ പ്രവാചകന്മാരെ പ്രത്യേകം എടുത്തുകൊണ്ടും അല്ലാഹു തആല പറഞ്ഞതായി കാണുവാൻ സാധിക്കും. മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകന്മാര് മാത്രമല്ല, ശേഷം വന്നിട്ടുള്ള റബ്ബിനോട് അടുപ്പമുള്ള മുഅ്മിനുകൾ എല്ലാവരും അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളിൽ ഉൾപ്പെടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബാക്കളാണ് നബിമാർ കഴിഞ്ഞാൽ അതിൽ മുന്തി നിൽക്കുന്നത്. കാരണം സഹാബത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല മനുഷ്യരുടെ ഹൃദയങ്ങളെ പരിശോധിച്ചു, അതിൽ ഏറ്റവും ഉത്തമമായി അല്ലാഹു തആല തെരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്. പിന്നീട് അള്ളാഹു പരിശോധിച്ചതിൽ ഏറ്റവും ഉത്തമരായ ജനങ്ങളെയായി അള്ളാഹു തെരഞ്ഞെടുത്തത് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും വിശ്വസിക്കാനും പേര് പങ്കിടാനും ഒക്കെ സാധിച്ചിട്ടുള്ള സഹാബാക്കളെയാണ്. അവരെ പ്രവാചകന്മാര് കഴിഞ്ഞാൽ ആ ക്രമത്തിൽ പിന്നീട് വരുന്ന മുഖ്താറായ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഉന്നതന്മാരായി വരുന്നത് സഹാബാക്കളാണ്. അവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്. അവരെ പിൻപറ്റിയ മുഅ്മിനീങ്ങളെയും അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു അവരെ മുഴുവനും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. സഹാബാക്കളിലെ ഉന്നതന്മാരെ ആദ്യം പരാമർശിച്ചു, അൻസാറുകളെ പരാമർശിച്ചു, അവരെ പിൻപറ്റിയ അവരുടെ മാർഗത്തിലുള്ള വിശ്വാസികളെയും താബിഈങ്ങളെയും പരാമർശിച്ചു. അപ്പൊ ഇവർക്കൊക്കെ രക്ഷയുണ്ട്, സമാധാനമുണ്ട്. അവർക്കൊക്കെ വേണ്ടി സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ, അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ള അവന്റെ അടിമകളുടെ മേൽ സലാം എന്നും താങ്കൾ പറയുക. ഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ.